കെട്ടിടം അപകട നിലയിലാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഫിറ്റ്നസ് നിഷേധിച്ചതോടെ കോഴിക്കോട് തോപ്പയിൽ LP സ്കൂൾ പൂട്ടി. തൽക്കാലം സമീപത്തെ മദ്രസ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാനാണ് തീരുമാനം. സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കോർപ്പറേഷൻ തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് വാർഡ് കൗൺസിലർ അറിയിച്ചു. 100 വർഷം പഴക്കമുണ്ട് തോപ്പയിൽ LP സ്കൂളിന്. 100ാം വാർഷികം കഴിഞ്ഞ വർഷം സമുചിതമായി നാട്ടുകാർ ആഘോഷിച്ചിരുന്നു. പക്ഷേ തീരദേശത്തെ കുട്ടികളുടെ പ്രധാനാശ്രയമായിരുന്ന സ്കൂളിന്റെ ശോചനീയാവസ്ഥ മൂലം ഓരോ വർഷവും കുട്ടികൾ കൊഴിഞ്ഞുപോയി. ഇത്തവണ ഈ കെട്ടിടത്തിൽ സ്കൂൾ പ്രവർത്തിപ്പിക്കരുതെന്ന് കളക്ടർ ഉത്തരവിട്ടു. 2 ആഴ്ച മുമ്പ് കളക്ടർ ഓർഡർ ഉണ്ടായിരുന്നു. ഫിറ്റ്നസ് ഇല്ല, പൊളിക്കാൻ വേണ്ടിയിട്ടല്ല, ഫിറ്റ്നസ് ഇല്ലാന്ന് നിർത്തിവെച്ചാൽ സ്കൂളിലേക്ക് ജയിലിൽ കയറണമാതിരി തല കുനിച്ച് കയറണം. കളക്ടർ തല വരെ ഇവിടെ കൈക്കോലിന് മുകളിൽ തട്ടിയിട്ടുണ്ട്. അത് നിമിത്തമാണ് ഇപ്പോൾ ഇത് ഫിറ്റ്നസ് കൊടുക്കാത്തത്. എന്നാൽ സ്കൂളിന്റെ നവീകരണത്തിന് കോർപ്പറേഷൻ 2 തവണയായി 84 ലക്ഷം രൂപ മാറ്റിവെച്ചതായും സാങ്കേതിക തടസ്സങ്ങൾ മൂലം നിർമ്മാണം നടന്നില്ലെന്നുമാണ് വാർഡ് കൗൺസിലറുടെ വിശദീകരണം. കോർപ്പറേഷന്റെ ഫണ്ട് വിദ്യാഭ്യാസ കമ്മിറ്റി പാസാക്കി. ഇപ്പോൾ സോയിൽ ടെസ്റ്റും അതുപോലെ തന്നെ CRZ എക്സംഷൻ കിട്ടിയ ഉടനെ ഇത് പൊളിക്കാനുള്ള പണിയും അതിൻ്റെ പണി പൂർത്തീകരിക്കണം. പെട്ടെന്ന് പണി പൂർത്തീകരിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാധാരണ ഫണ്ടില്ലാത്തതാണ് പ്രശ്നം. ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളാണ് ലേശം വൈകിപ്പോയത്. ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് ചുറ്റുമതിൽ പോലും ഇതുവരെ കെട്ടിയിട്ടില്ല. വിദ്യാലയങ്ങൾ ഹൈടെക് ആയെന്ന് അഭിമാനിക്കുമ്പോഴും ഫിറ്റ്നസ് ഇല്ലാതെ പൂട്ടിപ്പോകുന്ന ഇത്തരം സ്കൂളുകളും മറന്നുപോകരുത്. റിപ്പോർട്ടർ, കോഴിക്കോട്.